കോൺഗ്രസ് അധികാരത്തിൽ വന്നു ചെറുകിട സംരംഭങ്ങൾ വരെ ഗുണ്ടായുസത്തിലൂടെ പൂട്ടിക്കാൻ ശ്രമിക്കുകയാണ്. ഒരിടത്ത് BJP-ക്കാർ JCB ഉപയോഗിച്ച് പാവപ്പെട്ടവന്റെ കഞ്ഞിയിൽ പാറ്റയിടുന്ന സന്ദർഭത്തിൽ അല്ലെങ്കിൽ മണ്ണിടുന്ന സന്ദർഭത്തിൽ, മറ്റേയിടത്ത് UDF അധികാരത്തിൽ വന്നതിന്റെ പിൻബലത്തിൽ ചിലർ ചെറുകിട സംരംഭങ്ങളിൽ മുൻകാലങ്ങളിൽ പിരിവ് കൊടുക്കാത്തതിന്റെ വൈരാഗ്യത്തിൽ അടച്ചു പൂട്ടിക്കുകയാണ്. അതും ഭീഷണിപ്പെടുത്തി. കഴിഞ്ഞ ദിവസം നാദാപുരത്ത് നിന്ന് പുറത്തു വന്നൊരു ദൃശ്യമാണ്. ഇത് നോക്കിയേ. பஞ்சாயத்து கச்சோடம் இங்க பிசினஸ் பண்றதுக்கு உனக்கு லைசன்ஸ் இருக்கா? இருந்தாக்கா புதுசம் காணிக்கு ലൈസൻസ് ഉണ്ടോ? ഇതാ ബില്ലിതാ. ഷോപ്പ് ക്ലോസ് ആക്കി വർത്താൻ ലൈസൻസ് ഉണ്ടോ? പഞ്ചായത്ത് ലൈസൻസ് എടുത്തുക്കോ. ഈ സാധനം എന്താണോ? ഇതെല്ലാം സാധനമാണോ? ഈ സാധനത്തിന് കഴിച്ചാല് അന്നേരം തന്നെ വരും ക്യാൻസർ. വേറൊന്നുമില്ല. നമുക്ക് കിട്ടില്ല. ഈ കച്ചവടം നമ്മുടെ നടക്കുക വേണ്ട. முதல்ல கடை ஷாப் க்ளோஸ் பண்ணு. ഞങ്ങൾക്കെല്ലാം അറിയാം ചേട്ടാ. ഞങ്ങൾ കുറെ സാധുക്കൾ ഇവിടെ കച്ചവടം ചെയ്യുന്നുണ്ട്. നീ அங்க இருந்து சீசன் இங்க வந்து நீ காசு எடுத்துட்டு இறங்கண்ணா பேச்சப்புறம் எல்லாம் இதோ ஒரு நிமிஷம் நம்ம வந்து ഇതിലെ പോട്ട് കൊടുക്കുന്നത് ഇത് എവ്വളോ ഇருக்கு? ഇതല്ലേ ഇതെല്ലാം പ്ലാസ്റ്റിക് അല്ലേ? എന്ത് റിട്ടേണടാ? എന്ത് റിട്ടേൺ? എന്ത് റിട്ടേൺ? എന്ത് റിട്ടേൺ? ഏത് ഓഫീസ്? ഒരു ഓഫീസില്ല. ഇപ്പൊ ഇന്ന് ഇല്ലല്ലോ, ഒരു അഡ്ജസ്റ്റ്മെന്റും ഇല്ല. ഇറങ്ങണ മറ്റേ ആളെങ്ക ഇതിന്റെ ഈ പ്ലാസ്റ്റിക്കിന്റെ സാധനങ്ങൾ ഇത് 4000 പഞ്ചായത്ത് വന്നിട്ടുണ്ടെങ്കിൽ 25,000 ഫൈനില്ലേ? കോഴിക്കോട് വന്നാൽ 50,000 ഫൈനില്ല. ஒண்ணு சொல்றேன், நம்மளுக்கு தெரியாது. ഇറങ്ങി ഞമ്മൾ കച്ചവടക്കാർക്ക് മാത്രം 25,000 50,000 ഫൈൻ അണ്ണാ. ഇത് പിന്നെ കണ്ടില്ലേ? അന്യ സംസ്ഥാനത്ത് നിന്ന് ഇവിടെ ഒരു ചെറുകിട സംരംഭം തുടങ്ങിയതാണ്. കഴിഞ്ഞ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ചെറുകിട സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് K-സ്മാർട്ട് പോലെയുള്ള പുതിയ ആപ്ലിക്കേഷനിലൂടെ ലൈസൻസ് സംവിധാനമെല്ലാം ഉണ്ടാക്കി ഒരാഴ്ചക്കകത്ത് ലൈസൻസ് കിട്ടിയില്ലെങ്കിലും നിങ്ങൾ സംരംഭങ്ങൾ തുടങ്ങിയതിന് ശേഷം അതിന്റെ പ്രോസസ് നടത്തിയാൽ മതി എന്നാണ് പറയുന്നത്. ഒരു ഭക്ഷണശാലയാണെങ്കിലും മനസ്സിലാക്കാം, ചെറുകിട സാധനങ്ങൾ, അതായത് വീടുകളിൽ ആവശ്യമായിട്ടുള്ള ചെറിയ സാധനങ്ങൾ വില കുറച്ച് വിൽക്കുകയാണ്. അവിടെയാണ് മെമ്പറും വ്യാപാരി വ്യവസായിയുടെ അംഗവും കൂടി വന്ന് ഭീഷണിപ്പെടുത്തി ആ കട പൂട്ടിച്ചത്. എന്തൊരവസ്ഥയാണെന്ന് നോക്കണേ. UDF വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ പുതുയുഗ പിറവി ഉണ്ടാവും എന്ന് പറഞ്ഞ ചുമ്മയല്ല. ഇത്രയും കാലം മാളത്തിനകത്തിരുന്ന പല പിരിവുകാരും പുറത്തേക്ക് ചാടിയിരിക്കുകയാണ്. ഇന്നലകളിൽ പിരിവ് തരാത്തവർ, ചോദിച്ചിട്ട് പണം നൽകാത്തവർ തുടങ്ങിയവരെയൊക്കെ ഭീഷണിപ്പെടുത്തി പൂട്ടിക്കുന്ന സാഹചര്യം. എന്തൊരു മാറ്റമാണ്! കേരളത്തിന്റെ പൊതുമണ്ഡലങ്ങളിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച എത്ര മനോഹരമാണ്. വളരെ സമാധാനത്തിലും ശാന്തമായി പൊയ്ക്കൊണ്ടിരുന്ന ഒരു നാട്ടിൽ ഇപ്പോൾ എന്തൊക്കെയാണ് നടക്കുന്നത്? തുച്ഛമായ വരുമാനത്തിന് വേണ്ടി കച്ചവടം നടത്തിയിരുന്ന കടകൾ പൊളിച്ചു നീക്കുന്നു. അതോടൊപ്പം ചില കടകളെ തെരഞ്ഞുപിടിച്ച് പൂട്ടിക്കുന്നു. വീടുകൾ കുടിയൊഴിപ്പിക്കുന്നു. ആശുപത്രികളിൽ രോഗികൾ നരകിക്കുന്നു. എത്ര മനോഹരമായ കാഴ്ച! ഈ ഒരു കാലമാണ് കേരളത്തിലെ ചില ജനങ്ങൾ ആഗ്രഹിച്ചിരുന്നു എന്ന് ബോധ്യപ്പെടുകയാണ്. എന്തായാലും സർക്കാർ മാറിയപ്പോൾ പലരും വെള്ളയൊക്കെ ഇട്ട് ഇപ്പോൾ രംഗത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഞങ്ങളുടെ ഭരണകാലമാണ് എന്ന ഹുങ്കിൽ. അതിന്റെ പേരിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഈ നാട്ടിലെ പാവപ്പെട്ടവരും. ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് കുതിര കയറാൻ പറ്റുന്നത് സാധാരണക്കാരുടെ തോളിലാണല്ലോ. അതുകൊണ്ടാണല്ലോ ഇതര സംസ്ഥാനത്ത് നിന്ന് വന്ന ആ പാവപ്പെട്ടവന്റെ കടയിൽ പോയി കയറിയത്. ഏതെങ്കിലും വൻകിട മുതലാളിമാരുടെ
ഷോപ്പിൽ പോയി ഈ തോന്നിവാസം കാണിച്ചാൽ വിവരം അറിയും. അതുകൊണ്ട് പാവപ്പെട്ടവനെ പൂട്ടിക്കാൻ പഞ്ചായത്ത് മെമ്പർ സംഘവും കാണിച്ച ഈ ഊർജിതം അതെന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ധൈര്യം വന്നു എന്ന് പറഞ്ഞാൽ ഒരു അധികാരമാറ്റം ചിലർക്ക് കൊടുത്തിരിക്കുന്ന ആത്മവിശ്വാസം എന്താണെന്നാണ് തുറന്നു കാട്ടുന്നത്.